നൂതന ചികിത്സയിലൂടെ അണലിയുടെ കടിയേറ്റ ഇരിട്ടി സ്വദേശിയുടെ ജീവൻ രക്ഷിച്ച് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ഹീമാഡ്സോർപ്ഷൻ എന്ന നൂതന രീതിയാണ് ഉപയോഗപ്പെടുത്തിയത്. കേരളത്തിൽ ആദ്യമായാണ് ഈ ചികിത്സാ രീതി പ്രയോജനപ്പെടുത്തിയത്. പരമ്പരാഗത ആന്റിവെനം ചികിത്സയേക്കാൾ ഏറെ ഫലപ്രദമാണിതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അണലിയുടെ കടിയേറ്റ ഇരിട്ടി സ്വദേശിക്കാണ് കേരളത്തിൽ ആദ്യമായി ഹീമാഡ്സോർപ്ഷൻ എന്ന നൂതന ചികിത്സാ രീതി പ്രയോഗിച്ചത്. ഇതിലൂടെ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതായി കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞു. അണലിയുടെ കടിയേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്നു രോഗി. ആന്റിവെനത്തിന് ഒപ്പം തന്നെയാണ് ഈ നൂതന സംവിധാനവും പ്രയോജനപ്പെടുത്തിയത്. ഏറെ സങ്കീർണമായ അവസ്ഥയിൽ രോഗി എത്തിയതിനാലാണ് ഈ രീതി ഉപയോഗിച്ചതെന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സീനിയർ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ മിഥുൻ രമേശ് പറഞ്ഞു. ഈ കുട്ടിയെ ICUവിൽ വെച്ച് ഇനീഷ്യൽ സ്റ്റേജിൽ ആൻറ്റി സ്നേക്ക് വെനം കൊടുക്കുകയും സ്റ്റേബിളാക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഒരുപാട് ബ്ലഡ് കോമ്പണന്റും സപ്പോർട്ട്സും കൊടുക്കുമ്പോഴും ഈ വിഷം മൂലം ഉണ്ടാകുന്ന വെനം ഇൻഡ്യൂസ്ഡ് കൺസെപ്റ്റീവ് കൊയാഗുലോപ്പതി എന്നൊരു സ്റ്റേജിലേക്ക് കുട്ടി പോവുകയും അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, കിഡ്നിയുടെ പ്രവർത്തനം സ്തംഭിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ, കൊയാഗുലോപ്പതി തുടങ്ങിയ അവസ്ഥകളിലേക്ക് കുട്ടി കോംപ്ലിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. ഈ ഒരു ഘട്ടത്തിൽ കുട്ടിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളുടെ മുമ്പിൽ മാർഗങ്ങൾ കുറഞ്ഞു വന്നിരുന്ന ഒരു സമയത്ത് ഹീമാഡ്സോർപ്ഷൻ എന്നൊരു നൂതന ചികിത്സാ രീതി ഈ കുട്ടിയിൽ ഉപയോഗിക്കാൻ ട്രീറ്റ്മെൻറ്റ് ടീം ഒരുമിച്ചങ്ങ് തീരുമാനിച്ചു. ട്രീറ്റ്മെൻറ്റ് ടീമിൻ്റെ ജനറൽ ഡിസിഷൻ്റെ ഭാഗമായി ഹീമാഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതി ഉപയോഗിച്ച് കുട്ടിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുകയുണ്ടായി. ശരീരത്തിലെ വിഷത്തെ ന്യൂട്രലൈസ് ചെയ്യാൻ ആൻറ്റി സ്നേക്ക് വെനത്തിന് കഴിയും. എന്നാൽ ഈ വിഷം മൂലം ഉണ്ടാകുന്ന അതർ റിയാക്ഷൻസ് ലൈക്ക് സൈറ്റോകൈൻ സ്റ്റോം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓർഗൻ ഡിസ്ഫങ്ഷൻ സിൻഡ്രോം അതിനെല്ലാം മറികടക്കാൻ പലപ്പോഴും ആൻറ്റി സ്നേക്ക് വെനത്തിന് കഴിയാറില്ല. ഈ ഒരു ഘട്ടത്തിൽ ഹീമാഡ്സോർപ്ഷൻ വഴി ഈ സൈറ്റോകൈൻസിനെയും ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സിനെയും നമ്മൾ ശരീരത്തിൽ നിന്ന് മാറ്റുന്നത് വഴി ജനറൽ കണ്ടീഷൻ ഇമ്പ്രൂവ് ആയതായിട്ട് പല പഠനങ്ങളിലും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയിൽ നമ്മൾ ഇത് വിജയകരമായി പ്രയോഗിക്കുകയും ഹീമാഡ്സോർപ്ഷൻ തുടങ്ങി 6 മുതൽ 12 മണിക്കൂറിനുള്ളിൽ കുട്ടിയുടെ അവസ്ഥ ഗ്രാജ്വലി ഇമ്പ്രൂവ് ആയി വരികയും 7-ാം ദിവസം കുട്ടിയെ വിജയകരമായി വീട്ടിൽ വിടുകയും ചെയ്തു. പുതിയ ചികിത്സാ രീതി രോഗിയുടെ രക്തത്തിലെ പാമ്പുവിഷത്തിന്റെ വ്യാപനം തടയാൻ ഏറെ ഫലപ്രദമായെന്ന് BMH ക്രിട്ടിക്കൽ കെയർ കൺസൾട്ടന്റ് ഡോക്ടർ അലൻ തോമസും പറഞ്ഞു. പാമ്പുവിഷബാധയേറ്റ് ആശുപത്രിയിലെത്തുന്ന രോഗിക്ക് അതിന്റെ പ്രതിമരുന്നായ പോളിവാലന്റ് ആന്റി സ്നേക്ക് വെനം കൊടുക്കുന്നതോടൊപ്പം തന്നെ നൂതന ചികിത്സാ രീതിയായ ഹീമാഡ്സോർപ്ഷൻ അല്ലെങ്കിൽ ഹീമോ പെർഫ്യൂഷൻ നൽകുന്നതിലൂടെ രോഗിയുടെ ശരീരത്തിലുള്ള വിഷത്തിന്റെ വ്യാപനം മറ്റ് അവയവങ്ങളിലേക്ക് വ്യാപിക്കുന്നത് ഒരു പരിധിവരെ തടയാൻ സാധിക്കുകയും ഫാസ്റ്റർ റിക്കവറിയിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കുന്നു. BMH കണ്ണൂരിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് വിഷബാധയുമായി വന്ന കുട്ടിയെ നമ്മൾ ആന്റി സ്നേക്ക് വെനത്തിനോടൊപ്പം തന്നെ ഈ ഹീമാഡ്സോർപ്ഷൻ ടെക്നിക്കും കൂടി യൂസ് ചെയ്തുകൊണ്ട് അവന് വളരെ വേഗത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിച്ചിട്ടുണ്ട്. വിഷപ്പാമ്പുകളുടെ കടിയേറ്റാൽ ഈ ചികിത്സാ രീതി ഏറെ ഫലപ്രദമാണെന്നും ഡോക്ടർമാർ പറഞ്ഞു. വിഷബാധയേറ്റ ഇരിട്ടി സ്വദേശിയെ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ചികിത്സ കൊണ്ട് സാധിച്ചു. ICU വിഭാഗം ഇന്റൻസിവിസ്റ്റായ ഡോക്ടർ മനീഷ്, ICU വിഭാഗം ചീഫ് ഡോക്ടർ റെയ്സ് ഉൾപ്പെടെ നിരവധി ഡോക്ടർമാരുടെ സംഘമാണ് ഈ ചികിത്സ വിജയത്തിൽ എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.